ഹലോ ഗൈസ്, MD വ്ളോഗേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോയാണ്. അപ്പോൾ ഫോണൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് എടുക്കണത്. അപ്പോൾ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഈ ഫിഷ് ടാങ്ക് നമ്മൾ ഉണ്ടാക്കാൻ വളരെ വീട്ടിൽ കിട്ടാവുന്ന കുറച്ച് സാധനങ്ങളും ചെറിയ ഷീറ്റ് അങ്ങനത്തെ കുറച്ച് സാധനം മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും. അപ്പോൾ നമുക്കിതിന് ആദ്യം ആവശ്യമുള്ളത് ഒരു ഷീറ്റ്, പിന്നെ ഒരു 2 ചാക്കും, പിന്നെ കുറച്ച് ഓടുമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഈ മണ്ണിൽ കാണുന്ന പോലെ ഓട് മണ്ണിൽ കുഴിച്ചിടുക. കുഴിച്ചിടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിടണ്ടോ. ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് നിൽക്കണ പോലെ, എന്നാൽ മാത്രമാണ് നമുക്കുള്ളിൽ നല്ലോണം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുഴിച്ചിടുക. അപ്പോൾ ഓടിപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പോലെ കുഴിച്ചിടുക. അപ്പോൾ എന്താ വെച്ചാൽ ഉൾഭാഗത്ത് ഇത്രയും ഉള്ളിക്കൊക്കെ ഉണ്ടോ, പക്ഷെ പുറത്ത് നമ്മൾ അങ്ങനെയല്ല, ഓടിൻ്റെ പകുതിയോളം നമ്മൾ മണ്ണിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ ഏറ്റവും അവസാനം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷീറ്റൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിതിൽ മണ്ണ് നല്ലോണം ഇട്ട് നന്നായി അമർത്തി ഉറപ്പിക്കാൻ. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ഒരു 2 ചാക്ക് വെട്ടി അത് തയ്ച്ചിട്ടൊക്കെ ആയിട്ട് ഇടുക. അങ്ങനെ ചാക്ക് ഇടുക അല്ലെങ്കിൽ തുണി ഇടുക. അത് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ഷീറ്റ് പെട്ടെന്ന് കീറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കല്ല് കുത്തിയിട്ടൊന്നും കീറാതിരിക്കാൻ. ഇപ്പം നിങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിൻ്റെ ഓരോ ജോയിൻറ്റ് വരുന്നിടത്ത് ഓരോ കട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓട് ഇങ്ങനെ നേരം നിന്നോളും. അപ്പോൾ ഇത് നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ടാങ്കാണ്. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ടാങ്ക് ഇങ്ങനെയാണ് കിട്ടുക. ഏകദേശം ഒരു 50 ലിറ്റർ വെള്ളമാണ് നമുക്കിതിൽ കൊള്ളുക. 50 ലിറ്ററിന് മുകളിൽ കൊള്ളും. നമ്മൾ ഏകദേശം ഒരു പകുതി വെള്ളമൊക്കെ വെച്ച് ഏകദേശം 50 ലിറ്റർ കൊള്ളും. അപ്പോൾ നമ്മളിതിൽ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലാണ് ഇവിടെ ചാക്ക് നമ്മൾ ഇടണം. അങ്ങനെ അപ്പോൾ ചാക്ക് കാണാം നിങ്ങൾക്ക് ഇവിടെ. ഇതാണ് ചാക്കിൻ്റെ കഷ്ണങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ചാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഈ ഓടും അതുപോലെ കല്ലൊക്കെ കൊണ്ട് കീറാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചാക്ക് ഇടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി അങ്ങനെ എന്തെങ്കിലും ഇട്ടാലും മതി. പിന്നെ ഇതിൽ നമ്മൾ ഏകദേശം ഗപ്പിനെ വളർത്തുമ്പോൾ ഏകദേശം നമുക്കൊരു 50 ജോഡി ഗപ്പിനെയൊക്കെ നമുക്ക് സുഖമായിട്ട് വളർത്താം. ഇപ്പോൾ ഹൈബ്രിഡ് ആയാലും സാധാ ഗപ്പിയായാലും എന്ത് ഗപ്പിയായാലും നമുക്ക് ഏകദേശം ഒരു 50 ജോഡിനെയൊക്കെ സുഖമായിട്ട് ഇതിൽ വളർത്താൻ പറ്റും. പിന്നെ നിങ്ങളിത് പണിയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല വെയിലുള്ളിടത്ത് ഉണ്ടാക്കരുത്. കാരണം നല്ല വെയിലുള്ളിടത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ ടാങ്കായ കാരണം വെള്ളം പെട്ടെന്ന് ചൂടാവും. പിന്നെ ഇത് മെയിൻലി നമ്മൾ ഈ ടാങ്കുകളൊക്കെ യൂസ് ചെയ്യണത് ചെറിയ രീതിയിൽ അസോള വളർത്താനും അതുപോലെ വാട്ടർ ക്യാബേജൊക്കെ വളർത്താനൊക്കെയാണ് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗപ്പീനെ വളർത്താനും. അപ്പം നിങ്ങളൊരു വീടിൻ്റെ ടെറസിന് മുകളിലേക്ക് ഗപ്പീനെ വളർത്താൻ വേണ്ടി ടാങ്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഈ പറഞ്ഞ പോലെ മണ്ണിടുന്നതിന് പകരം ഓരോ ഹോളോബ്രിക്സിൻ്റെ കട്ടയൊക്കെ വെച്ചാൽ മതി. ഇതേപോലെ തന്നെ ഷീറ്റിട്ട് വെള്ളം നിറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഒഴിക്കുകയും ചെയ്യാം. കാരണം മഴ പെയ്ത് പിന്നെ വെള്ളം നിറഞ്ഞുള്ളൊരു പേടി വേണ്ട. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം കെട്ടുക. പുറത്തൊക്കെയാണ് പണിയണമെന്ന് വെച്ചാൽ അപ്പോൾ വെള്ളം നിറയില്ല. കാരണം മഴ പെയ്താൽ ഒരു പകുതി 3/4 ഭാഗത്തോളം വെള്ളം ഷീറ്റിൽ തട്ടി താഴെ പോവും. കുറച്ച് വെള്ളം മാത്രമാണ് ഉള്ളിൽ വരുള്ളൂ. പിന്നെ വെയിലും അധികം കൊള്ളില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നിങ്ങൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്താണ് ആ ബെല്ലൈക്കൺ കൂടി ഞെക്കിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.